ബി അയ്യിദം ബിൻ ഖുതിലത്ത്, എന്തൊരു കുറ്റത്തിനാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് എന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് ചുറ്റുപാടുമൊന്ന് നോക്കാൻ പോലുമായിട്ടില്ലാത്ത, നന്നായി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത, യഥാർത്ഥമായ രൂപത്തിൽ ഒന്ന് ലോകം ആസ്വദിക്കാൻ പോലും കഴിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴപ്പെടുന്നു. ഞാൻ എന്തിന് കൊല ചെയ്യപ്പെട്ടുവെന്ന് ആ കുഞ്ഞറിയേണ്ടതില്ലേ? 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ 91ലധികം മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ 4 വാരിയ എല്ലുകൾക്ക് പൊട്ടലേൽക്കുന്ന രൂപത്തിൽ, പല എല്ലുകൾക്കും ക്ഷതമേൽക്കുന്ന രൂപത്തിൽ, സിഗരറ്റ് കുറ്റികൾ കൊണ്ട് കൈകാലുകളിൽ നിരന്തരം കുത്തി നോവിച്ചുകൊണ്ട് പേടിപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി നുറുക്കിക്കൊന്നു ഒരു ക്രൂരനായ ഒരു പിതാവ്. അവനെ പിതാവെന്ന് വിളിക്കാൻ പോലും പറ്റില്ല എന്ന് സോഷ്യൽ മീഡിയകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കും? ഒരു പക്ഷേ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങി മാന്യമായി നടക്കാൻ അവന് ഇവിടെ സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ കൊലപാതകം നടത്തിയ ആളുകളൊക്കെ പകൽമാന്യന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ട്രെയിൻ ബോഗിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി വ്യഭിചരിച്ച് കൊന്നുകളഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ട് അവൻ്റെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി പണിയെടുത്ത വക്കീലിനെയും ആ വ്യക്തി പിന്നീട് ജയിലിൽ നിന്ന് തടിച്ചു കൊഴുത്തുഷാറായ കഥകളൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളെ കൊന്ന ആളുകൾ ഇപ്പോൾ MLA-മാരായിക്കൊണ്ട്, അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഉന്നതന്മാരായിക്കൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കുഞ്ഞ് 1.5 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഈ രൂപത്തിൽ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിൻ്റെ വർത്തമാനം എന്താണ്? അവനെ തെളിവെടുപ്പിന് വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ സഹിക്കവയ്യാതെ അവനോടുള്ള വിദ്വേഷം കൊണ്ട്, ആ കുഞ്ഞിനോടുള്ള സ്നേഹം കാരണത്താൽ അവനെ പോലീസുകാർക്കിടയിൽ നിന്ന് പോലും അവനെ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നത്? അവനെ ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന്, അവനെ കൊന്നുകളയണമെന്ന് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ ഇത്തരത്തിൽ അതിനീചമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അവന് ഏറ്റവും മാന്യമായ, അതല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ ഗുണപാഠം ലഭിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകൾ നൽകണമെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, കുറേ ആളുകളെ കൊന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വ്യക്തികൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായിക്കൊണ്ട് വധശിക്ഷ നൽകിയാൽ എത്ര തവണ കൊല്ലാൻ കഴിയും? 100 പേരെയും 1000 പേരെയും ലക്ഷക്കണക്കിന് ആളുകളെയും കൊന്നുകളഞ്ഞ വ്യക്തികളെ നമ്മുടെ നാട്ടിൽ എത്ര തവണകൾക്ക് കൊല്ലാൻ കഴിയും? വെറും ഒരു തവണ നമുക്ക് വേണമെങ്കിൽ കൊല്ലാം. ചില ആളുകളൊക്കെ ഈ വധശിക്ഷയൊന്നും ലഭിക്കാതെ പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞെളിഞ്ഞ് നടക്കുന്നുമുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ നീതി കിട്ടിയിട്ടില്ല, ഇവിടെ നീതി എവിടെ? യഥാർത്ഥമായ നീതി ആർക്കാണ് കിട്ടുന്നത് എന്ന്. സഹോദരന്മാരെ, ഇതിനുള്ള മറുപടിയാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥമായ നീതി നടപ്പാക്കപ്പെടുന്നില്ല. എന്നാൽ ശരിയായ രീതി നടപ്പാക്കപ്പെടേണ്ടതില്ലേ? ശരിയായ രീതി നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ഈ വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുന്നത്? പിന്നെ ഈ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണുള്ളത്? ആക്രമിക്കപ്പെടുന്നവനും അക്രമിയും ഒരേപോലെയാണെങ്കിൽ, ആക്രമിക്കപ്പെടുന്നവനേക്കാൾ മാന്യനായിക്കൊണ്ട് അക്രമികൾ നടക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് എന്തു നീതിയാണ് നടപ്പിലാക്കപ്പെടുന്നത്? എല്ലാവരും തെളിവുകളും ഒരു വ്യക്തിക്ക് പ്രതികൂലമായിട്ടും നിയമത്തിൻ്റെ പഴുതുകൾ കൊണ്ട്, അധികാരത്തിൻ്റെ ഇളവുകൾ കൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചോദിക്കും, നീതി എവിടെയാണ്? എവിടെ നീതി നടപ്പാക്കപ്പെടുന്നു? അപ്പോൾ നീതി കൃത്യമായി കൂടെ നടപ്പിലാക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ആ നീതി യഥാർത്ഥമായി നടപ്പിലാക്കപ്പെടുന്ന ലോകം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഒരു മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. അവിടെയാണ് ഇസ്ലാം മുന്നിട്ട് നിൽക്കുന്നത്. സഹോദരന്മാരെ, യഥാർത്ഥമായ നീതി എന്നത് നമുക്ക് ഈ ഭൂമിയിലും അതേപോലെ തന്നെ പരലോകത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ നമുക്ക് ആദർശങ്ങൾ, ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കറിയില്ല
ബി അയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു കുറ്റത്തിനാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് എന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് ചുറ്റുപാടുമൊന്ന് നോക്കാൻ പോലുമായിട്ടില്ലാത്ത, നന്നായി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത, യഥാർത്ഥമായ രൂപത്തിൽ ഒന്ന് ലോകം ആസ്വദിക്കാൻ പോലും കഴിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴപ്പെടുന്നു. ഞാൻ എന്തിന് കൊല ചെയ്യപ്പെട്ടുവെന്ന് ആ കുഞ്ഞറിയേണ്ടതില്ലേ? ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടതില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദൽ മൗഊദതു സുഇലത്, അവൻ ചോദിക്കപ്പെടുമെന്ന്. ചോദിക്കപ്പെടുമ്പോൾ അവനെ കൊല ചെയ്ത, ജീവനോടെ കൊല ചെയ്തത് ആരാണോ അവനുള്ള ശിക്ഷ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നടപ്പിലാക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ പരലോകം അതുണ്ടാകേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു സ്വാഭാവിക മനസ്സിൻ്റെ തേട്ടമാണ്. അനീതി ലഭിക്കുന്ന ആളുകൾ, അവർക്ക് കൃത്യമായ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ഭൂമിയിൽ പ്രയാസമനുഭവിച്ച ആളുകൾക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾക്ക് കൃത്യമായി കൊണ്ട് പ്രത്യുപകാരം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർ കൃത്യമായി സമാധാനം ലഭിക്കുന്ന രൂപത്തിൽ ഇവിടെ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിന് വെച്ച ഏർപ്പാടാണ് പരലോകം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, കൊമ്പുള്ള ആട് ഒരു കൊമ്പില്ലാത്ത ആടിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് ഈ രണ്ട് ആടുകളെയും കൊണ്ടുവരുമ്പോൾ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുണ്ടാവുകയും കൊമ്പുള്ള ആടിന് കൊമ്പില്ലാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് തിരിച്ച് അവനെ ശിക്ഷിച്ചതുപോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ ഒരു ജീവി പോലും അക്രമം നേരിടാൻ വേണ്ടി പാടില്ല. നീതി എല്ലാവർക്കും നടപ്പിലാക്കപ്പെടണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയും തെമ്മാടിയായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയും ഒരേപോലെയാകുമോ? ഒരിക്കലും ലാ യസ്തവൂൻ, അവർ ഒരിക്കലും ഒരേപോലെയാവുകയില്ല. അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മം പ്രവർത്തിച്ചവർ, ഭൂമിയിൽ മാന്യന്മാരായി നടന്ന, ഭൂമിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ, ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്ത്, അതിൻ്റെ കൂടെ വിശ്വാസം ശരിയാക്കി അള്ളാഹുവെ മാത്രം ആരാധിച്ച്, തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാധനകളഖിലവും അവനല്ലാത്ത ഒരാൾക്കും തിരിക്കാതെ യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് ജന്നാത്തുൽ മഅ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വത ഗേഹമായ സ്വർഗം പകരമായി കൊണ്ട് നൽകും. താഴ്ഭാഗത്തുകൂടി അരുവികൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കിക്കൊടുക്കും. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനന്തരഫലമായി കൊണ്ട് ഒരു വിരുന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ നൽകുമെന്നാണ്. എന്നാൽ വഅമ്മല്ലദീന ഫസഖു ഫമഅ്വാഹുമുന്നാർ, ഫാസിഖായിക്കൊണ്ട്, താന്തോന്നിയായിക്കൊണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും അന്യായമായിക്കൊണ്ട് ആളുകളെ ഉപദ്രവിച്ചും കൊല ചെയ്ത് നടന്ന ആളുകൾ, വിശ്വാസം നേരെയാകാത്തവർ, അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമഅ്വാഹും അന്നാർ, അവരുടെ സങ്കേതം എന്നത്, അവർക്ക് ജീവിക്കാനുള്ളത്, അവർക്ക് കഴിയാനുള്ള ഗേഹം അത് നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, ഓരോ തവണയും ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർ അതിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചിടുകയും വഖീല ലഹും, അവരോട് പറയുമെന്നാണ്, ദൂഖൂ അദാബന്നാരില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ച, കളവാക്കിയ കാരണത്താൽ, നിങ്ങൾ ഭൂമിയിൽ നിഷേധികളായി ജീവിച്ച കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരൻ നോക്കൂ, എത്ര കൃത്യമായി കൊണ്ട് നീതി നടപ്പിലാക്കുമെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ നല്ലവനായി കൊണ്ട് ജീവിച്ചാൽ അവൻ ആളുകളിൽ നിന്നും പ്രയാസം ഇങ്ങോട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായി നീതി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഭൂമിയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച്, പ്രയാസപ്പെടുത്തി, കൊല ചെയ്ത്, താന്തോന്നിത്തരങ്ങൾ കാണിച്ച്, എന്നിട്ട് ഭൂമിയിൽ അവന് യാതൊരു പ്രയാസവുമില്ലാതെ എല്ലാവരും അധികാര സോപാനങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോയാൽ അത്തരം ആളുകൾക്ക് കൃത്യമായി അതിനുള്ള ശിക്ഷയും, അവന് പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ ഈ ആളുകൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് ശിക്ഷയും, പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് രക്ഷയും പരലോകത്ത് കിട്ടുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായ ശിക്ഷാരീതികൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഉണ്ടാകുവാനും വേണ്ടി പാടില്ല.
വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിക്രിയയിൽ, ശിക്ഷാ നടപടിയിൽ ആളുകൾക്ക് ജീവനുണ്ട് എന്ന്, ആളുകൾ കൃത്യമായി കൊണ്ട് അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത് റബ്ബിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ അതല്ലാത്ത രൂപത്തിൽ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്തങ്ങളായ നീതിന്യായ നടപടികളുണ്ട്. ആ നടപടികളൊന്നും യഥാർത്ഥത്തിൽ ആളുകൾക്ക്, കുറ്റവാളികൾക്ക് ഒരുപക്ഷെ കൃത്യമായ രൂപത്തിൽ ശിക്ഷ ലഭിക്കാത്ത, ആരോപിതർക്ക്, പ്രയാസം ലഭിച്ചവർക്ക് നീതി ലഭിക്കാത്ത രൂപത്തിലുള്ള പല ശിക്ഷകളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല ചെയ്യപ്പെട്ട പലരുടെയും കുടുംബങ്ങൾ തൻ്റെ മകളെ കൊന്ന, തൻ്റെ മകനെ കൊന്ന, തൻ്റെ ഭർത്താവിനെ കൊന്ന, തൻ്റെ ഭാര്യയെ കൊന്നവനും കൊലക്കയർ ലഭിക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിൻ്റെ നീതിന്യായത്തിൻ്റെ കോണുകളിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ അവസാനം അവൻ നിരപരാധിയായിക്കൊണ്ട്, അല്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഈ കൊന്നവൻ മാന്യനായിക്കൊണ്ട് നടക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരിക്കലും ന്യായമാവുകയില്ല. അതിന് കൃത്യമായി ശിക്ഷാ നടപടികൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിക ശിക്ഷാ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നീതി നടപ്പിലാക്കപ്പെടുന്നുവെന്നുള്ള ബോധം അവർക്കുണ്ടാകും. മോഷണം നടത്തിയാൽ, ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ ഓരോന്നിനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ ആളുകൾക്കതിൽ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണയും, തിന്മകൾ ചെയ്തവർക്ക് ശിക്ഷ ഉണ്ട് എന്ന ചിന്തയും അവർക്കുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി എത്രത്തോളം ഇവിടെ ആ നീതി നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നിയാലും, ഈ നീതി സമൂഹത്തിൽ ആളുകൾ കിട്ടാത്ത നീതി അത് പരലോകത്ത് കൃത്യമായി കൊടുക്കുന്ന ഒരു സിസ്റ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ യഥാർത്ഥമായ പരലോക വിശ്വാസത്തെ പരിപൂർണമായും ഉൾക്കൊണ്ട് അത് മാത്രമാണെന്ന് ശരിയെന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥമായ നീതി ലഭിക്കുന്ന ലോകത്തിന് വേണ്ടി ഈ ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് കഴിവ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.